മാനം കാക്കാൻ കാര്യസ്ഥം നോക്കിട്ട് ഇപ്പൊ എന്തായി? ഇപ്പൊ നിങ്ങൾക്കൊക്കെ മനസ്സിലായില്ലേ ആത്തോല് വേലക്കേട് പറ്റിയിട്ടുണ്ടെന്ന്? വേലക്കേട് പറ്റിട്ടുണ്ടെങ്കിൽ നിനക്കെന്താ എന്റെ തമ്പരൊക്കെ വരുന്ന മോശ തമ്പരാക്കളുടെ മോശമുള്ളത്. പിന്നെ നേരില്ല തമ്പരാക്കൾ അറിഞ്ഞാൽ അസലാവും കഥ. സംസാരിക്കാതെ ഞാൻ ഒരു തായം തൊട്ട് തുടങ്ങി കവിടെ ഒരു ചൂട് അമ്പലം കയറണം. ഓർത്തിരിക്കുന്ന കുഞ്ഞിരിപ്പുതായി രണ്ടിടത്ത് വെട്ടണം. എന്റെ കണ്ണജാലക്കാരെ മാനം കാക്കണം. അതെന്റെ പൊണ്ണ് കവിടിയെ, എന്റെ അപ്പയപ്പന്മാര് പിഴപ്പിച്ച കവിടിയെ, എന്റെ കുടുംബം തളച്ച കവിടിയെ, വീടൊരു തായം അല്ലെങ്കിൽ കണ്ണജാലക്കാരുടെ മാനം കപ്പലെന്ന് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. വീട് കവിടിയൊരു മൂന്നേ വീട്ടൊരു കവിടിയെ കണ്ണജാലക്കാരുടെ മാനം എന്റെ രാത്രി കുഞ്ഞാത്തോന്റെ 5 വിരല് പോലെ ഒരു വെളുത്തഞ്ച് എന്റെ രാത്രി കുഞ്ഞാത്തോലെ രാത്രി കണ്ണജാലക്കാരെ മാനം കളഞ്ഞല്ലോ ഭഗവതി. കണ്ടവന്റെ മാനവമലയും പണയം വെച്ച് കളിക്കാൻ താനാരാണോ ധർമ്മപുത്രനോ കടന്നു പോവാ. ഇല്ലാത്ത കാര്യങ്ങൾ നോക്കാണ്ട് കണ്ണടന്നിറങ്ങാൻ നടക്കുമോ ചപ്പൻ കടന്നു പോയിക്കൊള്ള. എല്ലാരും പോയിക്കൊള്ള. ക്ഷേത്ര വഴിയിൽ ഇത്തരം കളികളൊന്നും വേണ്ട. നാലാളും കൂടെ ഓർത്ത് കണ്ണജാലക്കാരുടെ കുറ്റം വിസ്തരിക്കാന്നുള്ള ഒരാളും പെണ്ണും കണ്ട ശീലം നിന്റെ തമ്പരാക്കന്മാർക്കുണ്ടെന്ന് ഒരു പണ്ടറിയാം. നീ അതിന്റെ ചോറ് പിടിച്ച് ഞങ്ങൾ തുടങ്ങിയാല് നിന്റെ മാവ് ഞങ്ങൾ കണ്ടഞ്ചാതക്കാരും കുറിയർത്തേരും തമ്മിലുള്ള കലഹത്തിന്റെ ഇടയിലേക്ക് അകലിപ്പുറത്ത് കുഞ്ഞിരിപ്പിനാര് കേട്ടണ്ട. അയാളെ വെറുതെ വിട്ടേക്കാ. തമ്പ്രാന്റെ കൊതിക്കുറവും കിട്ടാക്കുശവും ഈ കുഞ്ഞിരിപ്പനാടും കുഞ്ഞിരിപ്പിനാർക്ക് അവിടെ ഇല്ലത്തെ ജോലിയൊന്നുമില്ലെങ്കിൽ കുടുംബത്തിൽ പോയിരുന്നൂടെ? ഇത് വെറുതെ ബാക്കിയുള്ളവർക്ക് ദോഷം ഉണ്ടാക്കാനായിട്ട് ഒന്ന് കടന്നു പോവാ. എന്നോട് കടന്നു പോകാനാ പറഞ്ഞത്. എന്നോട് കടന്നു പോകാൻ പറയാൻ കാരണം എന്റെ തമ്പ്രാനാ. അല്ലാതെ കണ്ണജാലക്കാർക്കല്ല. കുഞ്ഞിരിപ്പൂ വിട്ടുകൊടുക്കില്ല അഭിരാനെ. എന്റെ തത്തയ്ക്ക് വിളിക്കാനും തല്ലി വണ്ടിക്കാനും അധികാരം ഞാൻ മറ്റാർക്ക് വിട്ടുകൊടുക്കില്ല അഭിരാനെ. ആരൊന്ന് പോവോ? കേട്ടല്ല എന്നോട് പോകാനാ പറഞ്ഞത്. എന്റെ തമ്പ്രാനാ പറഞ്ഞത്. കഷ്ടം. അതാ കഷ്ടം. കളിച്ചിട്ട് കാശ് കിട്ടില്ല. കട്ടവന്റെ തുള്ളൽ ചീത്ത കേട്ട് കഷ്ടം വെച്ചിട്ടില്ല. കാര്യസ്ഥന്മാർ തമ്മിലായിരുന്നപ്പോ അതൊരു നല്ല കളിയായിരുന്നു, നല്ല ആവേശമുള്ളൊരു കളി. പക്ഷേ തമ്പുരാക്കന്മാർ വന്നപ്പോഴേക്കും അതൊരു കാര്യമായി, ഒരു അനാവശ്യ കാര്യം. താൻ വല്ലോടത്തുനിന്നും വന്ന് കയറി മേത്തനായതുകൊണ്ട് കുറിയാർത്ത് നടക്കുന്ന കള്ളക്കളികളെ കുറിച്ചൊന്നും വലിയ നിശ്ചണ്ടാവില്ല. അതറിഞ്ഞോളും അരമന രഹസ്യം അങ്ങാടിപ്പാട്ടാവുമ്പോ. കണ്ടവന്റെ അരമനയിലേക്കുള്ള തന്റെ ഒളിച്ചുനോട്ടം താനൊന്ന് അവസാനിപ്പിക്കുക. എന്നിട്ട് സ്വന്തം അറപ്പരയ്ക്ക് നല്ല അടച്ചറപ്പുള്ള ഒരു വാതിൽ വെക്കുക. എന്റെ അറപ്പരന്റെ ഓടാമ്പിൽ ഇറങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ അത് ഞാനും ഈശ്വരന്മാരും തമ്മിലായിക്കോളാം. താൻ അതിൽ കേട് തീർക്കാൻ ആശാരി ആവണ്ട. അങ്ങനെ കാര്യം താൻ ഈശ്വരന്മാരും കൂടി അങ്ങനെ തീരുമാനിച്ചാൽ മതിയാവില്ല രാമ. എന്താ നിരീക്ഷിക്കണത്? ഇതൊക്കെ കണ്ടിട്ടും സമുദായക്കാരങ്ങൾ അടങ്ങിയിരുന്നോളുന്നു. ബ്രാഹ്മണ കുലത്തിന്റെ അന്തസ് കുറിയാർത്ത കിടപ്പറയിൽ പണയം വെക്കാനതല്ല. എന്റെ വേല ഉടുമുണ്ട് മാറ്റിക്കുത്തും ഇളകി പോണതാ തന്റെ സമുദായത്തിന്റെ അന്തസ്സെങ്കിൽ ആ സമുദായത്തിനോട് എനിക്ക് പുച്ഛാവാസ്തവാ. എന്തിനാ താൻ ഈ പരീക്ഷിക്കുന്നതെന്നുള്ള നിശ്ചയം അത് ത്രിസന്ധിക്ക് അമ്പലവരെ വെച്ച് അത് തന്നെയാ തമ്പുരാക്കളോട് പറയാനുള്ളത്. ഈ ത്രിസന്ധി നേരത്ത് അമ്പലവഴിയിൽ വെച്ചുള്ള പഴി പറിച്ചുള്ളത് നിർത്താൻ തമ്പുരാക്കന്മാരെ. പരിഹസിക്കാണ് എന്റെ ദേവി. ഒരാശ്വാസത്തിന് അങ്ങോട്ട് വരണേ. ഇവിടെ രക്ഷിച്ചാ പിന്നെ പടച്ചു തമ്പുരാന്റെ അടുക്കളയിൽ പിന്നെ എവിടെയാ രക്ഷ? തമ്പുരാൻ ദീപാരാധന തൊഴാൻ വന്നാണെങ്കിൽ ചെല്ലും, നേരായിരിക്കണം. താൻ കുറെ നേരമല്ലോ നേരും നേരൊക്കെ അന്വേഷിക്കണം. ഞാൻ എന്തിനാ വന്നത്? നിക്ക് നല്ല നിക്ഷുണ്ട്. താൻ ദീപാരാധന തൊഴാൻ വന്നല്ലോ, കച്ചവടത്തിന് വന്നതല്ലേ. അപ്പൊ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. മനസ്സിലായോ? ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും കേൾക്കാൻ മതി. ആ പറഞ്ഞതൊക്കെ എന്നോടുള്ള ദേഷ്യം. സായും അത് കാര്യാക്കണ്ട. അയാൾക്ക് നല്ല വിവരക്കേടുണ്ട്. പൂണൂരിലും കുടുംബയിലും മാത്രം ബ്രാഹ്മണ്യം വലിക്കുന്ന ആ നമ്പൂരിയുടെ വിചാരം. ഓരോരുത്തർക്കും പ്രാർത്ഥനയ്ക്ക് ഓരോരോ ഇടം, ഓരോരോ ദൈവമെന്ന നമ്പൂര് വിചാരിച്ചിരിക്കണ്. കേട്ടിട്ടില്ലേ? ആകാശാൽ പതിതം തോയം യഥാ ഗച്ഛതി സാഗരേ സർവദൈവ നമസ്കാരം കേശവം പ്രതി ഗച്ഛതി എന്ന് വെച്ചാൽ ആകാശത്ത് നിന്ന് പതിക്കുന്ന മഴത്തുള്ളികൾ എങ്ങനെയാണോ തോടുകളും കൈവഴികളുമായി കടലിൽ തന്നെ വന്നു ചേരുന്നത്, അതുപോലെ തന്നെയാണ് ഏത് ദേവനിലും നമ്മൾ അർപ്പിക്കുന്ന നമസ്കാരം ഏകനായ പരമാത്മ ചൈതന്യത്തിൽ ചെന്ന് ചേരുന്നതെന്ന. അലി മുഹമ്മദായി ഞാൻ അമ്പലവഴിയിൽ നിന്ന് പ്രാർത്ഥിച്ചാലും തിരുമേനി ക്ഷേത്ര സോപാനത്തിൽ നിന്ന് പ്രാർത്ഥിച്ചാലും എല്ലാ പ്രാർത്ഥനയും എത്തിച്ചേരുന്നത് ഒരേ ഇടത്ത് തന്നെയാ. എന്താ എനിക്ക് മനസ്സിലാവണില്ല.
ഒരു നാലാം വേദക്കാരൻ പരമാത്മാവിനെ കുറിച്ച് സംസാരിക്കുകയും ശ്ലോകം ചെല്ലുകയൊക്കെ ചെയ്യണത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. അങ്ങ് ഇപ്പോ ആലി മുഹമ്മദ്, അതിനു മുമ്പ് പുഴമ്പറത്ത് ശങ്കരനുണ്ണി നമ്പൂതിരി. നമ്പൂതിരി എങ്ങനെ? അലി മുഹമ്മദായി നാവും. ബ്രാഹ്മണ ജന്മം, സമുദായം തന്നെ തിരിച്ചെടുത്തു. ഭ്രഷ്ടെന്നാൽ ഒരു തരം മരണമാണ് തിരുമേനി. ജീവിച്ച വീട്, പൂജയും പ്രാർത്ഥനയും കഴിച്ച ക്ഷേത്രം, കുളം, നടന്ന വഴികൾ എല്ലാം ഒരു ദിവസം നഷ്ടമാകും. പകരം കാണുന്നവരുടെ തുറച്ചു നോട്ടം, അടക്കം പറച്ചിൽ, തുറന്ന പരിഹാസം, ഒരു മരണത്തിന് വേണ്ടി കൊതിച്ചു പോകുന്ന ഒരു അവസ്ഥ. എന്തായിരുന്നു കുറ്റം? ഒരിക്കൽ വിചാരം നടത്തി സ്വരൂപത്തിന്റെ പണിയറിഞ്ഞു വിട്ട വച്ചന ഇയാൾ ചോദിച്ചില്ല. ക്ഷമിക്കുക, പറഞ്ഞപ്പോ ചോദിച്ചു എന്നുള്ളൂ. ക്ഷമിക്കുക. ഭ്രഷ്ടനെ ശുചി ചേർത്തുപോയി തിളത്തിനേൽക്കാൻ മുക്കി ശുദ്ധനാവാന്നൊരു വിധിയുണ്ട്. പക്ഷെ അതൊരു വേദങ്ങളും അംഗീകരിക്കുന്ന വിധിയൊന്നുമല്ല. കുറെ പൊന്നും പണവും കൊടുത്ത് പ്രാപ്തിയുള്ളവർക്ക് രക്ഷപ്പെടാനുള്ള മാർഗം പലരും ഉപദേശിച്ചത്. പക്ഷേ എന്തിന്? എനിക്ക് അങ്ങയുടെ കാര്യമൊക്കെ നല്ല ഖേദം തോന്നുന്നുണ്ട്. നേരത്തെ പോയ നമ്പൂരിന്റെ ശകാരത്തിൽ നിന്നും ഞാൻ ചിലതെല്ലാം ഗ്രഹിക്കുകയുണ്ടായി. എന്തോ എനിക്കിപ്പോ തന്നെ ഓർത്ത് ദുഃഖം തോന്നുന്നു. എന്നെ ഓർത്തോ? താൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഒരു ഉത്തരം മാത്രം ഞാനിപ്പോ പറയാം. ഞാൻ പ്രശ്നമാകാനുള്ള കാരണം ഞാൻ കുറ്റം ചെയ്തിട്ടായിരുന്നില്ല. തെറ്റ് പ്രവർത്തിച്ചവൾ എന്റെ വേളിയായിരുന്നു. ഭാരത വിചാരം നേരത്ത് ഭർത്താവിന്റെ അറിവോടെയായിരുന്നു കുറ്റം വന്നവൾ ഏറ്റു പറഞ്ഞപ്പോ ഞാനും ഭ്രഷ്ടനായി. ഒരു കാര്യം കൂടി ഞാൻ പറയാം. അവളുടെ പേരും സാവിത്രി എന്നായിരുന്നു. എന്റെ ഒരു മുൻജന്മമാണ് എന്റെ മുന്നിൽ നിൽക്കുന്ന രാമൻ എന്ന് എനിക്കിപ്പോ തോന്നാ. ഒരിക്കൽ കൂടി പറയാം, ഭ്രഷ്ടെന്നാൽ മരണമാണ്. വേളിയെ തിരുത്തണം, വിചാരണ ഒഴിവാക്കണം. തിരുമേനിയല്ല, അലി മുഹമ്മദ്. ചുണ്ടിലിപ്പോൾ ഗായത്രി ഇല്ല. BP, പമ്പരം, വള, മാല, അതാണിപ്പോ ജീവന മന്ത്രം. ദൈവങ്ങൾ പോലും തോറ്റെടുത്ത്